പാലിയേക്കര ടോൾ പ്ലാസയിലേക്കുള്ള യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ്. ജെയ്സൺ ചാമളപ്പിൽ നമുക്കൊപ്പം. ജെയ്സൺ ചാമളപ്പിൽ, തുടർച്ചയായ ജലപീരങ്കി പ്രയോഗമാണോ പാലിയേക്കരയിൽ? എന്താണ് പ്രതിഷേധത്തിന് ആധാരമായ വിഷയം? പാലിയേക്കരയിലെ ടോൾ പ്ലാസ പിരിവ് അവസാനിപ്പിക്കുക, അതോടൊപ്പം തന്നെ റോഡ് നിർമ്മാണം, അടിപ്പാത നിർമ്മാണം ത്വരിതഗതിയിലാക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നിന്ന് പാലിയേക്കര ടോൾ പ്ലാസയിലേക്ക് മാർച്ച് നടന്നത്. കുറച്ച് മുൻപ് പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് സമീപത്തെത്തിയ മാർച്ച് ബാരിക്കേഡ് വെച്ച് പോലീസ് തടയുകയായിരുന്നു. പിന്നീട് ബാരിക്കേഡ് തകർക്കാൻ ശ്രമമുണ്ടായി. അതിനുശേഷമാണ് ഇപ്പോൾ തുടർച്ചയായി ജലപീരങ്കി പോലീസ് ഉപയോഗിക്കുന്നു. പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ തുടർച്ച ഏകദേശം 6-7 മിനിറ്റിലധികമായി തുടർച്ചയായി ജലപീരങ്കി ഉപയോഗിക്കുന്നു. പക്ഷേ ബാരിക്കേഡുകൾ തകർന്നിട്ടുണ്ട്. വലിയ രീതിയിൽ പോലീസ് സന്നാഹം ഇവിടെയുണ്ട്. പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നില്ല. ചിലർക്ക് ജലപീരങ്കി ഉപയോഗത്തിൽ ചിലർക്ക് ചെറിയ പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ കുറേ കാലങ്ങളായി ദേശീയപാതയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു വരികയാണ്. ആ പ്രതിഷേധത്തിന്റെ തുടർച്ച എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ചും ഇപ്പോൾ നടക്കുന്നത്. സുജയ, ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പിരിഞ്ഞു പോകാൻ പ്രവർത്തകർ തയ്യാറാകുന്നില്ല. ബാരിക്കേഡുകളൊക്കെ താഴെ വീട് കിടക്കുന്നുണ്ട്. നേരത്തെ പ്രവർത്തകർ മറിച്ചിടാൻ ശ്രമിച്ചതാണോ? അതെ, ബാരിക്കേഡുകളൊക്കെ സുജി അവിടെ താഴെ കിടക്കുന്നത് കണ്ടില്ലേ? ബാരിക്കേഡുകൾ മറച്ചിട്ട് കഴിഞ്ഞു. അതിനുശേഷം പ്രവർത്തകരെ പിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ടാണ് ജലപീരങ്കി പ്രയോഗം നടക്കുന്നത്. ഇപ്പോൾ ജലപീരങ്കിയിലെ ജലം തീർന്നെന്ന് സംശയമുണ്ട്. പ്രവർത്തകർ വീണ്ടും ആവേശത്തിലേക്ക് കടന്നിരിക്കുന്നു. ജലപീരങ്കിയിലെ ജലം തീർന്നു എന്നതാണ് ഇപ്പോഴത്തെ സംശയം. അതുകൊണ്ട് തന്നെ പ്രവർത്തകർ ബാരിക്കേഡുകൾ വീണ്ടും തകർത്തുകൊണ്ട് പോലീസിന് നേരെ തിരിയുന്ന സ്ഥിതിയുണ്ട്. പോലീസിന് നേരെ തിരിയുന്ന സ്ഥിതിയുണ്ട്. ജലപീരങ്കിയിലെ ജലം തീർന്നു എന്നതാണ് സംശയം. അതുകൊണ്ട് തന്നെ വീണ്ടും പ്രവർത്തകർ കൂടുതൽ ആവേശത്തോടുകൂടി സമരമുഖത്തേക്ക് എത്തുകയാണ്. പോലീസ് അവരെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. വലിയ തോതിൽ പോലീസ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ബാരിക്കേഡുകൾ പൂർണ്ണമായും തകർന്നു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ജലപീരങ്കി ഉപയോഗം അവസാനിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത് എന്താണെന്നതാണ് നാം കാത്തിരുന്ന് കാണേണ്ടത്. കാരണം പോലീസിന് നേരെയാണ് ഇപ്പോൾ പ്രവർത്തകർ തിരിഞ്ഞിരിക്കുന്നത്. വലിയ തോതിലുള്ള നിലവിലുണ്ട്. മൊത്തത്തിൽ ഒരു സമരാവേശത്തിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. ഇപ്പോൾ നേർക്കുനേർ നിന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. പോലീസ് പക്ഷേ സംയമനം പാലിക്കുകയാണോ? അറസ്റ്റിലേക്ക് കടക്കുന്നില്ല എന്ന് തോന്നുന്നു. നിലവിൽ പോലീസ് സംയമനം പാലിക്കുന്നുണ്ട്. പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും ഒരു പരിധി വിട്ട് ഒരു ലൈൻ ഓഫ് കൺട്രോൾ എന്ന സ്ഥിതിയിലാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസ് നിൽക്കുന്നത്. അവിടെ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നു. പക്ഷേ ഏറ്റവും രസകരമായ കാര്യം ജലപീരങ്കിയിലെ ജലം കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ള പീരങ്കി വളരെ ചെറിയ പീരങ്കിയാണ്. അതിലെ ജലവും പെട്ടെന്ന് തന്നെ തീരും. സമരക്കാർ പെട്ടെന്ന് പിരിഞ്ഞു പോയില്ലെങ്കിൽ മറ്റു ജലപീരങ്കികൾ കൊണ്ടുവരേണ്ട സ്ഥിതിയുണ്ട്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് പൊതുവെ കഴിഞ്ഞ കുറേ കാലങ്ങളായി വരുന്നത്. വലിയ തോതിലുള്ള പ്രതിഷേധം ദേശീയപാതയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ദേശീയപാതയിലെ ടോൾ പിരിവ് അതിശക്തമായി തുടരുമ്പോഴും ദേശീയപാതയിലുള്ള യാത്ര അതീവ ദുരിതമായി തുടരുകയാണ്. അടിപ്പാത നിർമ്മാണത്തിന്റെ പേരിൽ കിലോമീറ്ററുകൾ നീളുന്ന ഗതാഗതക്കുരുക്ക്. ഈ ഗതാഗതക്കുരുക്ക് നീളുമ്പോൾ എങ്ങനെയാണ് ദേശീയപാതയിൽ ടോൾ പിരിക്കുക എന്നതാണ് പ്രധാനമായും പ്രവർത്തകരും പൊതുജനങ്ങളും ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പരാതി. ഈ പരാതി മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടക്കുന്നവർ റോഡിൽ കുത്തിരുന്നുകൊണ്ട് സമരം നടത്തുകയാണ്. തൽക്കാലം വലിയ അക്രമത്തിലേക്ക് പോകാനുള്ള സാധ്യതയൊന്നും ഇല്ല. പോലീസ് ഒരു ഭാഗത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു ഭാഗത്ത് സമരക്കാർ വലിയ ആവേശത്തിലാണ്. ജലപീരങ്കി ഉപയോഗത്തിൻ്റെയൊക്കെ ആവേശം അവരിലുണ്ട്. നന്നായി നനഞ്ഞിരിക്കുന്നു. ഇനി മറ്റു രീതിയിലേക്ക് പോകാനായിട്ടുള്ള സാധ്യത ഇപ്പോൾ ഇല്ല. ഒരു സൈഡിൽ ബാരിക്കേഡുകൾ പൂർണ്ണമായും തകർന്നു കഴിഞ്ഞു. മറ്റൊരു ഭാഗത്ത് വലിയ തോതിൽ പോലീസ് നിലയുറപ്പിച്ചിട്ടുണ്ട്. താഴെ പ്രവർത്തകരും വലിയ ആവേശത്തിൽ തന്നെയാണ്. മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ സമരം നടക്കുന്നത്. സമരം ഒരു അക്രമത്തിലേക്ക് പോകാനുള്ള സാധ്യതയൊന്നും നിലവിൽ കാണുന്നില്ല. പക്ഷേ എങ്കിൽ പോലും വലിയൊരു ആവശ്യം മുൻനിർത്തിക്കൊണ്ടുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. സുജയ, ജെയ്സൺ ചാമളപ്പിലാണ് വിവരങ്ങൾ നൽകിയത്. യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം പാലിയേക്കര ടോൾ പ്ലാസയിലേക്ക് ജലപീരങ്കി പലതവണ പ്രയോഗിച്ചു. ഒടുവിൽ ജലപീരങ്കിയിലെ വെള്ളവും തീർന്നു. പ്രവർത്തകർ ഇപ്പോൾ ബാരിക്കേഡ് മറിച്ചിട്ട് മറുഭാഗത്ത് വന്ന് പോലീസിന് മുന്നിലിരുന്ന് കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്, മുദ്രാവാക്യം വിളിക്കുകയാണ്. അതാണ് നമ്മൾ തത്സമയം കണ്ടത്. താങ്ക് യു ജെയ്സൺ ചാമളപ്പിൽ.